വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബ്ബും ലിയോ ക്ലബ്ബും സംയുക്തമായി നടത്തിയ പ്രസംഗ പരിശീലന ക്ലാസ് വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു. MJF ലയൺ AP ജോൺസൺ സോൺ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് എന്നെ ക്ഷണിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ ഇതിനേക്കാൾ ഉപരിയായി വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കാനും നിങ്ങൾക്ക് ഏതെല്ലാം എങ്ങനെയെല്ലാം ഒരു പൊതുരംഗത്ത് സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ വായനാശൈലമുള്ള ഒരാളാണ് ഞങ്ങളുടെ ഗോകുലേട്ടൻ. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ലയൺസ് പ്രസ്ഥാനം സ്വകാര്യ മേഖലയിലെ ഒരു അന്താരാഷ്ട്ര സേവന സന്നദ്ധ സംഘടനയാണ്. 200-ൽ പരം രാജ്യങ്ങളിൽ 1917 അമേരിക്കയിലെ ചിക്കാഗോ എന്ന സ്ഥലത്ത് മെൽവിൻ ജോൺസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഈ ലയൺസ് ഇന്റർനാഷണൽ എന്ന ക്ലബ്ബ് സ്ഥാപിച്ചത്. ഇന്ന് 100-200ഓളം രാജ്യങ്ങളിൽ ഇത് പരന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് സേവനമാണ്. ഞങ്ങളുടെ ലോഗോയിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും വി സർവ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇത്രയും രാഷ്ട്രങ്ങളിൽ ഇത് ഇങ്ങനെ പരന്നു കിടക്കാനുള്ള മെയിൻ കാരണം. മുഖ്യ അതിഥിയായി ജലയാനം സംഘടക സമിതി ചെയർമാൻ PN ഗോകുലൻ പങ്കെടുത്ത് പ്രസംഗിച്ചു. നേരത്തെ പറഞ്ഞ പോലെ കുറേ വായിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. അതിൽ നമ്മൾ നല്ല നല്ല ചില പോയിന്റുകൾ നമ്മുടെ ഡയറിയിൽ എഴുതി വയ്ക്കുന്ന ഒരു രീതി, 3-4 വാചകം ഉള്ളത് ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുന്ന രീതി നല്ലതാണ്. അത് നമുക്ക് ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, കണ്ണടച്ച് കിടക്കുന്നവർ എല്ലാവരും ഉറങ്ങുന്നവരല്ല. കണ്ണ് തുറന്ന് കിടക്കുന്നവർ പലരും ഉണർന്നവരുമല്ല. നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ നമ്മുടെ ജോലി എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മൾ നമ്മുടെ വഴിക്ക് പോകണം. നമ്മുടെ വഴി ഏതാ ശരിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ആ വഴിക്ക് നമുക്ക് പോവാം. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗതം ക്ലബ്ബ് ഖജാൻജി ലയൺ KV വത്സലകുമാറും നന്ദി സെക്രട്ടറി ലയൺ മണികണ്ഠനും പറഞ്ഞു. പ്രസംഗ പരിശീലന ക്ലാസ്സിന് ലയൺ സുഭാഷ് പുഴയ്ക്കൽ നേതൃത്വം നൽകി. സുഭാഷ് പുഴയ്ക്കൽ എന്നുള്ളത് ഒരു പേര് കൊടുത്തതാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ, അതായത് ജോലി ലാബ്സിൽ ഒരു 24 വർഷം ജോലി ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഒരു സംഘടനയിൽ കയറി. അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും സുഭാഷ് കുണ്ടന്നൂർ മരിച്ചു പോയിട്ടാണ്, എൻ്റെ അച്ഛൻ ഫാദറാണ് സുഭാഷ് കുണ്ടന്നൂർ. അപ്പോൾ എന്നെ ഏത് സുഭാഷ് കുണ്ടന്നൂരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താ, എൻ്റെ പേര് സുഭാഷാണ്, വീട്ടും പേര് സുഭാഷ് പുഴയ്ക്കലാണ്. അങ്ങനെ ആ ഒരു പേര് കൂട്ടിയതാണ് എൻ്റെ പൊന്ന് ഗോകുല സുഭാഷ് പുഴയ്ക്കൽ. അപ്പം നിങ്ങൾ ഒരു ബുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് പണിയുണ്ട്, അതിലൊക്കെ ആക്ടിവിറ്റീസാണ്, കുറച്ച് പണികളുണ്ട്. ഇപ്പം നിങ്ങളിവിടെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളുടെ വീടിനെ കുറിച്ച്? ഒരു പ്രസംഗ വേദിയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സബ്ജക്റ്റും ഒന്നുമില്ലെങ്കിൽ എന്താവും, തീർച്ചയായിട്ടും പഠിക്കും. പ്രിപ്പറേഷൻ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് നിങ്ങൾക്കുണ്ട്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ കൂടുതൽ പറയാനുണ്ട്, പക്ഷേ ഇത് നിങ്ങളെ ഒന്ന് പക്വപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. പ്രസംഗ പരിശീലന ക്ലാസ്സിൽ ലിയോ പ്രസിഡന്റ് ലിയോ അഭിജിത്ത് സൈമൺ, ലിയോ കോർഡിനേറ്റർ ആശ വിനായക്, ഡയറക്ടർമാരായ ലയൺ രഞ്ജിത്ത് രാജൻ, KP രാജീവ് എന്നിവർ ആശംസാ പ്രാസംഗികരായി പങ്കെടുത്തു. ലിയോ സെക്രട്ടറി ലിയോ KJ മിലൻരാജ്, ഖജാൻജി ലിയോ PJ ക്രിസ്റ്റോൺ, വൈസ് പ്രസിഡന്റ് ലിയോ KJ അഭിഷേക്, ജോയിന്റ് സെക്രട്ടറി അഞ്ജിത് സജി, ഡയറക്ടർമാരായ ആദിദേവ് ഹരിദാസ്, MJ കാതറിൻ മേരി, അന്ന കരോളിൻ, വിദ്യ ജയകുമാർ, വീണ ജയകുമാർ, അനന്തൻ, സുഭാഷ്, അന്ന മരിയ എന്നിവർ പരിശീലന പ്രാസംഗികരായി പങ്കെടുത്തു.